ഈ തുണിയിൽ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖമാണോ? ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നത് ഇത് യേശുവിൻ്റെ യഥാർത്ഥ മുഖമാണെന്നാണ്. ഈ മുഖത്തിൻ്റെ രൂപം പതിഞ്ഞിരിക്കുന്നത് ഒരു തുണിയിലാണ്. ഷ്രൗഡ് ഓഫ് ട്യൂറിൻ എന്ന പേരിലാണ് ഈ തുണി അറിയപ്പെടുന്നത്. യേശുവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശവശരീരം പൊതിയാനായി ഉപയോഗിച്ച ശവക്കച്ച അല്ലെങ്കിൽ തുണിയാണെന്ന് ഒരുപാട് പേർ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഏത് കാലഘട്ടത്തിലാണ് ആദ്യം ഇത്തരത്തിലുള്ള ഒരു തുണിയെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു തുടങ്ങിയത്? പിന്നീട് അതിൻ്റെ ചരിത്രഗതി എങ്ങനെയായിരുന്നു? അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങളുടെയൊക്കെ ഫലങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ശവക്കച്ചത്തെക്കുറിച്ച് ആളുകൾ ആദ്യമായി കേൾക്കുന്നത് 1354 അതായത് യേശുവിൻ്റെ കാലം കഴിഞ്ഞ് ഒരു 1300 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ആളുകൾ ഷ്രൗഡ് ഓഫ് ട്യൂറിനെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കുന്നത്. ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമം ലിറെ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. അവിടെ വളരെ പ്രശസ്തനായ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു, ജോഫ്രോയ് ഡെ ചാർണി. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഈ തുണിയുമായി ആളുകളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ശവക്കച്ചം. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശവശരീരം പൊതിഞ്ഞിരുന്നത് ഈ തുണി ഉപയോഗിച്ചിട്ടാണ്. ഇതിൽ കൃത്യമായിട്ട് യേശുവിൻ്റെ മുഖം പതിഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചോരയിൽ മുക്കിയിട്ടുള്ള മുഖം. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും അനവധി ആളുകൾ ഈ മുഖമൊന്ന് കാണാനായി ഒഴുകിയെത്തി. ഇതാണ് ഷ്രൗഡ് ഓഫ് ട്യൂറിൻ്റെ തുടക്കം. ഒരു 35 വർഷം കടന്നുപോയി. വർഷം 1389. ഇപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ആ ചിത്രം ഒന്ന് കാണാനായി. അതിലൂടെ അവിടുത്തെ ലോക്കൽ ചർച്ച് ഒരുപാട് പണം സമ്പാദിക്കുന്നുമുണ്ട്. ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലെ ഒരു ലോക്കൽ ബിഷപ്പ് ഉണ്ടായിരുന്നു, പിയറി ഡി ആർക്കിസ്. അദ്ദേഹത്തിന് നല്ല സംശയം തോന്നി. ഇതിൻ്റെ പിന്നിലെ വാസ്തവം അറിയാൻ അദ്ദേഹം നന്നായി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ആ ഇൻവെസ്റ്റിഗേഷനിലൂടെ അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായി. ആ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ ചിത്രമല്ല, അത് മനോഹരമായി വരച്ചെടുത്ത ഒരു കലാസൃഷ്ടിയാണ്. പക്ഷേ ആ കലാസൃഷ്ടി മിസ്യൂസ് ചെയ്യുകയല്ലേ, ആളുകളെ പറ്റിച്ച് പണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒട്ടും സമയം കളഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഒരു കത്തെഴുതി പോപ്പിനയച്ചു. താങ്കളിത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, പറ്റിച്ചവരുടെ പണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ പടമാണെന്ന് പറഞ്ഞ് ഏതോ ഒരു കലാസൃഷ്ടി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോപ്പ് അദ്ദേഹത്തെ എതിർക്കുമെന്നാണ്, അല്ലെങ്കിൽ സഭ അദ്ദേഹത്തെ തള്ളിപ്പറയുമെന്നാണ്. കാരണം ഈ കാലഘട്ടത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും സഭ നമ്മളെ തള്ളിപ്പറയും. പക്ഷേ അന്ന് സഭ തള്ളിപ്പറഞ്ഞില്ല, മറിച്ച് അതങ്ങ് അംഗീകരിക്കുകയായിരുന്നു. താങ്കൾ പറഞ്ഞത് വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ട കാര്യം തന്നെയാണ്, അങ്ങനെ ആളുകളെ പറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അനൗൺസ് ചെയ്യണം. ആ കാണുന്നത് വെറുമൊരു കലാസൃഷ്ടി മാത്രമാണെന്ന് പൊതുജനങ്ങളെ അറിയിക്കണം. 1582 ഒരു അപകടം സംഭവിച്ചു. ആ കാലഘട്ടത്തിൽ ഫ്രാൻസിലെ ചാംബ്രി എന്ന സ്ഥലത്തെ ഒരു ചാപ്പലിലാണ് ഈ ഒരു വസ്ത്രം സൂക്ഷിച്ചു വച്ചിരുന്നത്. അതിനെ ഒരു സിൽവർ പെട്ടിക്കകത്ത്, അതായത് സിൽവർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പെട്ടിക്കകത്താണ് സൂക്ഷിച്ചിരുന്നത്. ഒരു ദിവസം രാത്രിയിൽ അവിടെ അഗ്നിബാധയുണ്ടായി. ആ ചാപ്പലിലുണ്ടായിരുന്ന സകല വസ്തുക്കളും കത്തി നശിച്ചു. പക്ഷേ ഈ വസ്ത്രം നേരിട്ട് കത്തിയില്ല, കാരണം ഇത് സിൽവർ പെട്ടിക്കുള്ളിലായിരുന്നല്ലോ. എന്നാൽ ശക്തമായിട്ടുള്ള ചൂടിനെ തുടർന്ന് ആ സിൽവർ ഉരുകാൻ തുടങ്ങി. അത് ഉരുകി ഇറ്റിറ്റ് ആ തുണിയുടെ മുകളിൽ വീണു തുടങ്ങി. ഉരുകി വീണ സിൽവറിൻ്റെ ചൂട് കാരണം ആ തുണിയുടെ കുറേ ഭാഗങ്ങളൊക്കെ ഉരുകി. പക്ഷേ അത് പൂർണ്ണമായിട്ട് നശിച്ചിരുന്നില്ല. അഗ്നിബാധയൊക്കെ ശമിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾ പണിപ്പെട്ട് ആ വസ്ത്രം തുന്നിപ്പിടിപ്പിച്ചു. കുറച്ച് ഭാഗങ്ങളൊക്കെ ഉരുകി മാറിയിരുന്നു. ആ ഭാഗത്തൊക്കെ ട്രയാങ്കിൾ രൂപത്തിലുള്ള പാച്ചുകൾ വെച്ച് അവർ തുന്നി. ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകൾ ഷ്രൗഡ് ഓഫ് ട്യൂറിനിൽ നമുക്ക് വ്യക്തമായി കാണാം. ഇത് ശരിക്കും വിശ്വാസികളെ കൂടുതലായിട്ട് ആ വസ്ത്രത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതിലുള്ള യേശുക്രിസ്തുവിൻ്റെ രൂപത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. അത്രയും വലിയ അഗ്നിബാധ സംഭവിച്ചിട്ടും ആ ശവക്കച്ചയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത് വിശേഷപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ തന്നെ ശവക്കച്ചയാണ്. അതിൽ കാണുന്ന മുഖം അത് സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെ തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. കൂടുതലായി ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ഈ മുഖമൊന്ന് കാണാനായി ഫ്രാൻസിലേക്ക് ഒഴുകി തുടങ്ങി. ഈ കാലഘട്ടത്തിലൊന്നും ആ ഷ്രൗഡിൻ്റെ ഒരു ചിത്രം പോലും ആരും കണ്ടിട്ടില്ല. നേരിട്ട് വന്ന് കണ്ടിട്ടേ ഉള്ളൂ.
കാരണം ചിത്രമെടുക്കാൻ ആ കാലഘട്ടത്തിൽ ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ നേരിട്ട് വന്ന് കാണും, കണ്ടതിന് ശേഷം അവർ വെളിയിൽ പോയി സംസാരിക്കും. അങ്ങനെ സംഭാഷണത്തിലൂടെയും റൂമറുകളിലൂടെയും ഒക്കെയാണ് ഷറൗഡ് ഓഫ് ട്യൂറിൻ കൂടുതൽ പ്രചരിച്ചത്. പക്ഷേ 1898 ആയതോടുകൂടി ചിത്രം മാറി, ക്യാമറയുടെ വരവായി. അത് ആദ്യമായി ഒരു അമച്ചർ ഫോട്ടോഗ്രാഫർ ചിത്രീകരിച്ചു. സെക്കൻഡോ പിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചിത്രം എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആ ചിത്രം കാണാൻ സാധിക്കില്ല, അതിനെ ഡെവലപ്പ് ചെയ്യണം. അതിൻ്റെ ഡെവലപ്പിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്താണ് ശരിക്കും സെക്കൻഡോ പിയോ ഞെട്ടിപ്പോയത്. അത് കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടായിരുന്നു. ആ ഗ്ലാസ് പ്ലേറ്റ് താഴെ വീണ് ഉടഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഇപ്പോൾ വ്യക്തമായ ഒരു ചിത്രമുണ്ട്. ആരും ഒന്ന് ഭയന്നു പോകുന്ന, ഒന്ന് ഞെട്ടിപ്പോകുന്ന ഒരു രൂപം. ഈ ചിത്രത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഷറൗഡ് ഓഫ് ട്യൂറിൻ ഉണ്ടാകുന്നത്. കാരണം ചിത്രം വലിയ രീതിയിൽ തന്നെ പ്രചരിക്കാൻ തുടങ്ങി. ഇതിൻ്റെ അനവധി കോപ്പികളുണ്ടായി. അത് ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയാണ് പല ആളുകളും ഈ ഷറൗഡിനെക്കുറിച്ച് ആദ്യമായി കേട്ടറിയുന്നത്. അവർ വിവിധ കോണുകളിൽ നിന്നും ഷറൗഡ് ഓഫ് ട്യൂറിൻ കാണാൻ ഒഴുകിയെത്തി. ഒരു ചെറിയ ലോക്കൽ ഏരിയയിൽ മാത്രം പ്രചരിച്ചിരുന്ന ഷറൗഡ് ഓഫ് ട്യൂറിൻ അങ്ങനെ ഒരു ഗ്ലോബൽ സെൻസേഷനായി മാറി. പിന്നീട് വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ശാസ്ത്രം വളർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടുപിടിക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നു. അങ്ങനെയാണ് 1988 വത്തിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നത്. ഇതിൻ്റെ കാർബൺ ഡേറ്റിംഗ് പഠനം നടത്തി എത്ര വർഷം പഴക്കമുള്ള കച്ചയാണെന്ന് മനസ്സിലാക്കണം. 2000 വർഷം പഴക്കമുള്ള കച്ചയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് യേശുക്രിസ്തുവിൻ്റെ ശവക്കച്ച തന്നെയാണ്. ഏതെങ്കിലും ഒരൊറ്റ ലബോറട്ടറിക്കല്ല പഠിക്കാനുള്ള അനുമതി കൊടുത്തത്. ഇംഗ്ലണ്ടിലും സ്വിറ്റ്സർലൻഡിലും അമേരിക്കയിലുമുള്ള 3 വ്യത്യസ്തമായിട്ടുള്ള ലബോറട്ടറികൾക്ക് ഇതിൻ്റെ ഓരോ സാമ്പിളുകൾ പഠിക്കാൻ വേണ്ടി കൊടുത്തു. കാർബൺ 14 ഡേറ്റിങ്ങിലൂടെ 3 ലബോറട്ടറികൾക്കും ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു ഉത്തരമാണ് കിട്ടിയത്. 1260-നും 1390-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഈ ഷറൗഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനത്രേ പഴക്കമുള്ളൂ. ഷറൗഡ് ഓഫ് ട്യൂറിനെക്കുറിച്ച് ആദ്യമായി നമ്മൾ കേട്ടറിഞ്ഞത് 1354 ഞാൻ പറഞ്ഞല്ലോ. അതിനു മുമ്പുള്ള ഒരു ചരിത്രരേഖയിലും ഇതിനെക്കുറിച്ചുള്ള ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. ഇതാണ് വാസ്തവമെങ്കിൽ എന്തിനായിരിക്കും 1300-കളിൽ ആരോ ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ഷറൗഡ് ഉണ്ടാക്കിയെടുത്തത്? അത് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലെ ബിസിനസ് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഈ ഒരൊറ്റ ഷറൗഡ് മാത്രമല്ല, യേശുക്രിസ്തു ഉപയോഗിച്ചു അല്ലെങ്കിൽ യേശുക്രിസ്തു കടന്നുപോയിട്ടുള്ള കാലഘട്ടത്തിലെ വസ്തുക്കളാണെന്ന് പറഞ്ഞ് ഒരുപാട് വസ്തുക്കൾ ആ കാലഘട്ടത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രചരിച്ചിട്ടുള്ളത് ശവക്കച്ചകൾ തന്നെയാണ്. അത് ഈ ഒരൊറ്റ ശവക്കച്ച മാത്രമല്ല, ഏതാണ്ട് 40ഓളം ശവക്കച്ചകൾ പ്രചരിച്ചിട്ടുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും ഇത്രയും കാലം നിലനിൽക്കാൻ സാധിച്ചില്ല. അതൊക്കെ തന്നെയും ഫേക്ക് ആണെന്ന് തെളിയിക്കപ്പെട്ടു. പക്ഷേ ഷറൗഡ് ഓഫ് ട്യൂറിൻ ആളുകൾ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം അതിൻ്റെ പിന്നിലുള്ള ആർട്ടിസ്റ്റിക് വാല്യൂ ആണ്. അത് അത്ര മനോഹരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ആരും വിശ്വസിച്ചു പോകും ഇത് യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖമാണെന്ന്. ഇങ്ങനെ പറ്റിക്കുന്നതിലൂടെ ഒരുപാട് പണം സമ്പാദിക്കാൻ സാധിക്കും. ഒരുപാട് ആളുകൾ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവർക്കെല്ലാം ഭക്ഷിക്കാനുള്ള ഭക്ഷണം വേണമല്ലോ. അപ്പോൾ ഭക്ഷണം വിതരണം ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ അവർക്കൊക്കെ താമസിക്കാൻ സാധിക്കണം. കുറേ പേരൊക്കെ ഒരുപാട് ദൂരത്തു നിന്നായിരിക്കും വരുന്നത്. അവർക്ക് തിരിച്ച് ആ ദിവസങ്ങളിൽ മടങ്ങിപ്പോകാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവർക്കവിടെ താമസിക്കണം. അപ്പോൾ താമസ സൗകര്യം ഒരുക്കുന്നതിലൂടെ പണം സമ്പാദിക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു വസ്ത്രത്തിൻ്റെ മുൻപിൽ ഒരു ചെറിയ പണപ്പെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും, ഒരു ഡൊണേഷൻ ബോക്സ്. ഈ ഒരു വസ്ത്രം കേടുപാടുകളൊന്നുമില്ലാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് അവരെ വിശ്വസിപ്പിക്കുന്നത്. അതിൽ ഒരുപാട് പണം വന്ന് കുമിഞ്ഞു കൂടും. അതിലൂടെ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് പണമാണ് ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നതെന്ന് ഞാൻ അവസാന ഘട്ടങ്ങളിൽ വിശദമായിട്ട് തന്നെ പറയാം. അതിനു മുമ്പ് ഇതിൻ്റെ പിന്നിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഡീബങ്ക് ചെയ്യാനായിട്ടുണ്ട്. ഷറൗഡ് ഓഫ് ട്യൂറിനിലെ ആ വ്യക്തിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. അത് യേശുക്രിസ്തുവിൻ്റെ മുഖമാണെന്ന് ആരും വിശ്വസിച്ചു പോകും. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ യേശുക്രിസ്തുവിൻ്റെ മുഖത്തിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നീളമുള്ള മുടി, താടി, നീണ്ട് കൂർത്ത മുഖം, ഇങ്ങനെയുള്ള ഫീച്ചറുകളൊക്കെ നമുക്ക് ഈ ചിത്രത്തിലും കാണാം. പക്ഷേ ആരാണ് ഇതൊക്കെ യേശുക്രിസ്തുവിൻ്റെ ഫീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞത്? യേശുക്രിസ്തു എന്ന വ്യക്തി ശരിക്കും ജീവിച്ചിരുന്നിട്ടില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള തെളിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല.
ഇനിയിപ്പോൾ അങ്ങനൊരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് തന്നെ കരുതുക. ക്യാമറയൊന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ രൂപം ഇങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്? പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരുപാട് ആർട്ടിസ്റ്റുകൾ, കലാകാരന്മാർ വന്നു. അവർ യേശുക്രിസ്തുവിൻ്റെ പല പല ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. ഇത് യേശുക്രിസ്തുവിൻ്റെ രൂപമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അതിനൊന്നും ഇന്ന് കാണുന്ന യേശുക്രിസ്തുവിൻ്റെ ചിത്രങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. നീളം കുറഞ്ഞ മുടിയുള്ള, വട്ടമുഖമുള്ള, താടിയില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ ചിത്രങ്ങളൊക്കെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കലാകാരന്മാർ വരച്ചിരുന്നത്. അതിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നത് 14-ാം നൂറ്റാണ്ടിന് തൊട്ട് മുൻപിലാണ്. ആ കാലഘട്ടം മുതലുള്ള കലാസൃഷ്ടികളിൽ ഇത്തരത്തിൽ നീളമുള്ള മുടിയുള്ള, താടിയുള്ള മുഖമാണ് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മുഖമായിട്ട് കാണാൻ കഴിയുക. അതിൻ്റെ അർത്ഥം ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കലാകാരൻ വരച്ചെടുത്ത ഒരു രൂപം മാത്രമാണിത്. റെഡ് ഓക്രെ, വെർമിലിയോൺ മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഇവിടുത്തെ രസകരമായിട്ടുള്ളൊരു കാര്യം, 14-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ചിത്രകാരന്മാരൊക്കെ ഈ മിശ്രിതം ഉപയോഗിച്ചിട്ടായിരുന്നു അവരുടെ കലാസൃഷ്ടികളൊക്കെ വികസിപ്പിച്ചിരുന്നത്. ആ വസ്ത്രം ശരിക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തുന്നിയ രീതി അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് 3-1 ഹെറിംഗ് ബോൺ ട്വില്ലാണ്. ആ പാറ്റേൺ ഒന്നും 1-ാം നൂറ്റാണ്ടിൽ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരുപാട് വർഷം കഴിഞ്ഞ് ഏകദേശം ഒരു 13-ാം നൂറ്റാണ്ടിലാണ് ഇത്തരത്തിൽ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺ ഉപയോഗിച്ച് തുണി നെയ്യാൻ തുടങ്ങിയത്. 1-ാം നൂറ്റാണ്ടിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേണുകൾ ഉപയോഗിച്ചിട്ടാണ് ശവക്കച്ചയൊക്കെ തുന്നിയിരുന്നത്. അതായത് ഈ കാണുന്ന ശവക്കച്ച അത് 1-ാം നൂറ്റാണ്ടിലുള്ള മിഡിൽ ഈസ്റ്റിലെ ശവക്കച്ചയേ അല്ല. ഇത് ആദ്യമായി കാണിച്ച ആ കാലഘട്ടത്തിൽ തന്നെ തുന്നി ഉണ്ടാക്കിയ ശവക്കച്ചയാണ്. ശവക്കച്ചയിലെ കൈകളുടെ സ്ഥാനം വ്യക്തമായി കാണാം. തുടയ്ക്ക് മുകളിലായിട്ട് അത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും നമുക്ക് കിടന്നുകൊണ്ട് തുടയുടെ മുകളിൽ കൈ വയ്ക്കാൻ പറ്റില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ബെഡിൽ കിടന്നിട്ട് കൈ അങ്ങനെ വെക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ കൈ വെക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ കൈക്ക് അസാമാന്യമായിട്ടുള്ള നീളമുണ്ടായിരിക്കണം. കുറേ കൂടെ തമാശയാകുന്നത് ആ മുടിയാണ്. നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മുടി ഒരിക്കലും മുൻപോട്ട് വരില്ല. അതായത് 2 ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കില്ല. നമ്മൾ കിടക്കുമ്പോൾ നേരെ പിന്നിലേക്കായിരിക്കും പോവുക. അതിൻ്റെ കാരണം ഗ്രാവിറ്റിയാണ്. അത് ഗ്രാവിറ്റിയെ പോലും കബളിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചിത്രകാരൻ ചിത്രം വരച്ചിരിക്കുന്നത്. കിടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മുടി അങ്ങനെ വരില്ല. അങ്ങനെ മുടി വരണമെങ്കിൽ ആ വ്യക്തി നിവർന്ന് നിൽക്കുകയോ ഇരിക്കുകയോ ആയിരിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ പെയിൻറ്റിൻ്റെ ആ മിശ്രിതം ഉപയോഗിച്ചിട്ട് മാത്രമല്ല ഇത് വരച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം വരച്ചത്. പക്ഷേ അതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രീതിയിലാണ് അത് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ പ്രാക്ടിക്കലി ആ രീതിയിലായിരിക്കില്ല രക്തം ഒഴുകുന്നത്. ആ രക്തം ഒരു പാറ്റേണിൽ പോകാതെ അലങ്കോലപ്പെട്ട രീതിയിലായിരിക്കും ആ തുണിയിൽ പതിയുക. ഈ തുണിയുടെ മുൻഭാഗത്തും പിൻഭാഗത്തും രക്തം പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ തലയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടുള്ള രക്തം പതിഞ്ഞിട്ടേയില്ല. ഇവിടെയെല്ലാം രക്തമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെയും രക്തമുണ്ടായിരിക്കും. നമ്മൾ ശവത്തിൻ്റെ മുകളിൽ ഇത്തരത്തിലൊരു തുണി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുണി കൊണ്ട് പൊതിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്ത്, തലയുടെ മുകൾ ഭാഗത്തും ആ തുണി വന്ന് പതിയും. അങ്ങനെ പതിയുമ്പോൾ അവിടെയുള്ള രക്തവും ഈ തുണിയിൽ കാണേണ്ടതാണ്. പക്ഷേ ഒരു തരി രക്തം പോലും അതിൻ്റെ മുകൾ ഭാഗത്തില്ല. അതിൻ്റെ മുൻവശത്തെയും പുറഭാഗത്തെയും മാത്രമേ രക്തം ആ തുണിയിൽ പതിഞ്ഞിട്ടുള്ളൂ. ഈ ചിത്രം വരച്ച ആർട്ടിസ്റ്റിന് ഒരു വലിയ മിസ്റ്റേക്കും സംഭവിച്ചിട്ടുണ്ട്. മുൻഭാഗത്തെയും പിൻഭാഗത്തെയും രക്തത്തിൻ്റെ പാടുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. മുൻഭാഗത്തെ ആളുടെ നീളമല്ല പിൻഭാഗത്തെ ആളുടെ നീളം. അത് കുറച്ച് സെൻറ്റിമീറ്റർ കൂടുതലാണ്. അതിൻ്റെ പിന്നിൽ ഒരു യുക്തിയുമില്ല. നിലവിൽ ഈ ഷ്രൗഡ് ട്യൂറിനിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഷ്രൗഡ് ഓഫ് ട്യൂറിൻ എന്ന പേരിൽ ഇതിപ്പോൾ അറിയപ്പെടുന്നത്. ട്യൂറിനിലെ ദ കത്തീഡ്രൽ ഓഫ് സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ മികച്ച സെക്യൂരിറ്റി സംവിധാനമാണ് ഇതിനുവേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ബുള്ളറ്റ് പ്രൂഫ് ക്ലൈമറ്റ് കൺട്രോൾഡ് കേസിൻ്റെ ഉള്ളിൽ ഇത് സുരക്ഷിതമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അവിടേക്ക് ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇത് യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖമാണെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ബിസിനസ് തന്ത്രമുണ്ട്. 1300-കളിൽ തന്നെ ആ കാലഘട്ടത്തിലെ ബിഷപ്പ് വിശ്വസിച്ചിരുന്നത് പോലെ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പോപ്പ് വിശ്വസിച്ചിരുന്നത് പോലെ ഇതിനെ വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ കത്തീഡ്രലിലേക്ക് പ്രവേശിക്കാനായിട്ട് പ്രത്യേകം പണമൊന്നും കൊടുക്കേണ്ട. പക്ഷേ ആ കത്തീഡ്രലിനോട് ചേർന്ന് തന്നെ മ്യൂസിയമുണ്ട്, അവിടെ ഫീയുമുണ്ട്. കൂടാതെ അവിടുത്തെ അൾത്താരയിൽ ഒരു വഞ്ചിപ്പെട്ടിയും സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന ആളുകളൊക്കെ ആ വഞ്ചിപ്പെട്ടിയിൽ അല്പം ഡൊണേഷൻ നിക്ഷേപിക്കും.
കുറേയധികം ആളുകൾ കുറച്ച് ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് പണമായി മാറും. 1300 എന്തിനാണോ ഈ വസ്ത്രം ഉപയോഗിച്ചിരുന്നത് അതേ കാര്യത്തിന് തന്നെയാണ് ഇപ്പോഴും ആ വസ്ത്രം ഉപയോഗിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് പണമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇത് വെറും ഒരു ബിസിനസ് മാത്രം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.